ഹായ് നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഈ ഒറ്റൊരു പോസിറ്റീവ് വാക്ക് കേട്ടിട്ട് സബ്സ്ക്രൈബ് ആക്കിയ ഒരാളാണ് ഞാൻ. വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ആ ഒരു വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഫസ്റ്റ് ഞാൻ എങ്ങനെ വീണാസ് കറി വേൾഡ് ചാനൽ നോക്കിയതെന്ന് പറയാം. കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. +2 കഴിഞ്ഞാൽ എൻ്റെ കല്യാണമായി. അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കുക്കിംഗ് അറിയാനുള്ള ചാൻസസ് കുറവാണെന്ന്. സത്യം, എനിക്ക് കുക്കിങ്ങിനെ പറ്റി എന്തും അറിയില്ലായിരുന്നു. മംഗല കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ തന്നെ എനിക്ക് മോളായി. എന്നിട്ട് മോൾക്ക് 4 മാസമാകുമ്പോൾ ദുബായിലേക്ക് വന്നു. ഹസ്ബൻഡിന് കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റെല്ലാം കുറേ ഡിഷസ് ആക്കി തരുന്നുണ്ടായി. അപ്പോൾ ഞാൻ അത് ഒരു ബുക്കിൽ എഴുതിയെടുത്ത് അതേ രീതി ട്രൈ ആക്കും. ബട്ട് ടേസ്റ്റ് അതിൻ്റെ അടുത്ത് പോലും എത്തുന്നുണ്ടായിട്ടില്ല. രണ്ടാമത് എനിക്ക് ജാസ്തി ഇഷ്ടമെന്ന് പറഞ്ഞാൽ സ്നാക്സ് ഉണ്ടാക്കാനും പിന്നെ ഇറ്റാലിയൻ റെസിപ്പീസ് ട്രൈ ചെയ്യാനും അതുപോലെ മറ്റുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ. അപ്പോൾ നാടൻ ഫുഡിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി അധികം ശ്രദ്ധിക്കാനും പോയിട്ടില്ല. ഹസ്ബൻഡിന് തനി നാടൻ ഫുഡ് അധികം ഇഷ്ടമായ കൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കി കുറേ ഡിഷസ് ട്രൈ ചെയ്ത് നോക്കും. ബട്ട് ചില റെസിപ്പി പറഞ്ഞതുപോലെ ഉണ്ടാവില്ല, ഫുള്ള് കുളമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ടായി ആ യൂട്യൂബേഴ്സിനോട്. ക്ലിയറായി ഫോളോ ആക്കിയിട്ടും അത് ശരിയാവില്ല, അതിൻ്റെ ഒന്നിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ ബാഡ് കമൻറ്റ്സ് കൂടി കിട്ടുമ്പോൾ നല്ല വിഷമമായിരുന്നു. എൻ്റെ ഫുഡിൽ മെയിനായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒറ്റൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി നല്ലോണം ഫ്രൈ ആവുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ കുറേ റെസിപ്പി സെർച്ച് ആക്കുമ്പോൾ നാടൻ ചിക്കൻ കറി വീണാസ് കറി വേൾഡിൻ്റെ ആ റെസിപ്പി കാണുന്നത്. ആ റെസിപ്പി സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ഒരു ചെറിയ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ആക്കി കൊടുക്കുന്ന പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് പറയുമ്പോൾ ഞാൻ സത്യം വിചാരിച്ചാൽ ഈ വീഡിയോ വീണ എനിക്കായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ക്ലിയറായി ആ ഉള്ളി എങ്ങനെ ഏത് വരെ ഫ്രൈ ആക്കണം. അതുപോലെ ഞാൻ എന്നും ചെയ്യുന്ന ഒറ്റൊരു തെറ്റായിരുന്നു പച്ചവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതിൽ വീണ ക്ലിയറായിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അതെല്ലാം കേട്ടിട്ട് കംപ്ലീറ്റായി അതേ അളവിൽ ആ കറി ഞാൻ എന്ന് ഉണ്ടാക്കി. റിസൾട്ട് 100% സക്സസ് ആയി. ഹസ്ബൻഡ് സൂപ്പർ എന്ന് പറഞ്ഞു, കുട്ടികളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഹാപ്പിയായി. അതിൻ്റെ ശേഷം ഞാൻ വീണാസ് കറി വേൾഡിൻ്റെ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തു. അതിൽ സരവണ ഭവൻ്റെ വെജിറ്റബിൾ കുറുമ, ബട്ടർ ചിക്കൻ, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് എല്ലാം നല്ല സക്സസ്ഫുള്ളായി. അങ്ങനെ വീണ എല്ലാത്തിലും എങ്ങനെ ചെയ്താൽ എന്താവും, അതിൽ എന്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും, എല്ലാ ടിപ്സും ഞാൻ ട്രൈ ആക്കി നോക്കി. അങ്ങനെ ഞാനും കുറേ ചേഞ്ചസ് എല്ലാം ആക്കി നോക്കി ഒരുവിധം മനസ്സിലാക്കാൻ പറ്റി. വീണാൻ്റെ കുറേ ടിപ്സിനെ യൂസ് ചെയ്ത് എനിക്ക് പുതിയ രീതിയിലുള്ള ഫുഡും കൂടി ക്രിയേറ്റ് ആക്കാനുള്ള ഐഡിയാസ് കിട്ടി. ഇപ്പോൾ അൽഹംദുലില്ലാ നാടൻ ഫുഡിലും ഇൻട്രസ്റ്റഡ് ആണ്. അതിന് കാരണം വീണ തന്നെ. ഈ സമയത്ത് ഞാൻ വീണാനോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ ഞാൻ വീണാൻ്റെ ഒരു വലിയ ഫാനാണിപ്പോൾ. ഇനി എങ്ങനെ വീണ എൻ്റെ ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ ആയെന്ന് പറയാം. എനിക്ക് ചെറുപ്പം തൊട്ടേ കുറേ പാഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് 12th ആകുമ്പോൾ കല്യാണം കഴിഞ്ഞതോടെ ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല. 2 മക്കളായി. 2 മക്കളും സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വെറുതെ ഓരോരോ വീഡിയോസൊക്കെ നോക്കി യൂട്യൂബിൽ തന്നെ അങ്ങനെ സ്റ്റിച്ചിങ് പഠിച്ച് DIY ക്രാഫ്റ്റ്സ് അങ്ങനെ എന്തെല്ലാം ആക്കിക്കൊണ്ടായി. ഫ്രണ്ട്സുകളും നല്ല കമൻറ്റ്സ് പറയുന്നുണ്ടായി. അപ്പോൾ എനിക്കും തോന്നി എന്തെങ്കിലും ഒന്നും ചെയ്യണം. എന്തായാലും പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്നൊക്കെ. ആ സമയത്താണ് വീണാൻ്റെ സ്റ്റോറി ബിഹൈൻഡ് മൈ യൂട്യൂബ് ചാനൽ എന്ന വീഡിയോ ഞാൻ നോക്കുന്നത്. അതിൽ വീണ പറഞ്ഞ കുറേ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന സ്റ്റോറി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ ആ വീഡിയോ നോക്കി പിന്നെ ഞാനും വിചാരിച്ചു എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കാമെന്ന്. ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രം അതിലിടാമെന്ന് വിചാരിച്ച് യൂട്യൂബിനെ പറ്റി കുറേ പഠിച്ചെടുത്ത് ചാനൽ ക്രിയേറ്റ് ആക്കി. ഏത് ഭാഷയിൽ തുടങ്ങൽ അങ്ങനെ കുറേ കൺഫ്യൂഷനെല്ലാം ഉണ്ടായി. ഇപ്പോൾ 10 മാസമായി ഞാൻ ഈ താസ് പാഷൻ ചാനൽ തുടങ്ങിയിട്ട്. എന്നെയും അധികം ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യണമെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെ ബുദ്ധിമുട്ടിട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. വീണ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ചെയ്യുന്നുണ്ട്. വീണ പറയുന്ന പോലെ ശരിക്കും 100% സക്സസ് ആയ റെസിപ്പീസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് ആക്കിയിട്ട് ശരിയായിട്ടില്ലാൽ ആ ആക്കിയ ആൾക്ക് എത്ര വിഷമാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വീണ ഒരു മെയിൻ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. എൻ്റെ ഈ പാഷൻ ഇനിയും നല്ലതുപോലെ കണ്ടിന്യൂ ആക്കാൻ പടച്ചോൻ സഹായിക്കട്ടെ. അതുപോലെ വീണ ഇനിയും സക്സസ്ഫുള്ളായി മുന്നോട്ട് പോട്ടെ എന്ന് നല്ല മനസ്സോടു കൂടി ഈ വീഡിയോ നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ വീണ എന്തായാലും കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.